എല്ലാ വിനിന്റെയും പ്ലാറ്റ്ഫോമിലെ എല്ലാ വിനിന്റെയും അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു, നമസ്കാരം പറയുന്നു. അതിലുപരിയായിട്ട് ഇന്നത്തെ ഡേറ്റിന് ഇപ്പോൾ അജിത് ഭായി പറഞ്ഞ പോലെ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ്. ഇന്ന് മലയാളികളുടെ ഒരു വർഷം തുടങ്ങുന്ന മാസം ചിങ്ങമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ ചിങ്ങം ഒന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ തുടക്കം കൂടിയാണ്. 1200 എന്നാണ് ഇനി മലയാള മാസത്തെ അറിയപ്പെടുന്നത്. 1199 കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കലണ്ടർ നമ്മുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്നും മാറുന്നു. ഇനി 1200 എന്ന് പറയുന്ന ഒരു മലയാളമാണ് അതിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പൊ ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ദിവസമാണ്. മലയാളികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ദിവസമാണെന്ന് ആ ഒരു ദിവസത്തിൽ ഈ ഒരു മീറ്റിംഗിൽ വരാൻ സാധിച്ചതിൽ നന്ദി അറിയിക്കുന്നു. വിനിൻ ടീമിലെ എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ ടോപ്പിക്കും വളരെ മനോഹരമായ ഇതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കാലുകുത്തുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതൊരു ലീഡർ ആവുമ്പോൾ മാത്രമാണ്. അപമാനിച്ചതും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഇന്നത്തെ ടോപ്പിക്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മീൻസ് കളിക്കാരനല്ല, ആ കളിയിലെ ലീഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വിളിച്ചു കയറ്റുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോ ഇന്നത്തെ മീറ്റിങ്ങിലൂടെ അവർക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. എന്താ സെഷൻ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു ലീഡർ എങ്ങനെയാണ് നെറ്റ്വർക്കിൽ ജനിക്കുന്നത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിലേക്ക് വരുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, ഇങ്ങനെ ഏത് മേഖലയുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ മേഖലയിൽ ആ വ്യക്തി വളരണമെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ള വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനുള്ള ട്രെയിനിങ് ലഭിച്ചിരിക്കണം, അതിനുള്ള മാനസികാവസ്ഥയും ആ വ്യക്തിക്കുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ അങ്ങനെ ഒരു മേഖലയായിട്ട് ആ വ്യക്തിക്ക് കാലുവയ്ക്കാൻ സാധിക്കും. കാലുവയ്ക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ടെൻഷൻ നിറഞ്ഞൊരു സമയമായിരിക്കും തുടക്കത്തിൽ. ഒരു സിമ്പിളായിട്ട് പറഞ്ഞ ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ, വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു, പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവറായിട്ട് ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്ന വണ്ടി ഓടിക്കുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാൻ പരിചയമുള്ള ഡ്രൈവർമാരോട് ചോദിച്ചാൽ പറയും വളരെ ടെൻഷനായിരുന്നു കുറെ ദിവസത്തേക്ക്. കാരണം ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആളുകളോട് ഇരിക്കട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാറിയാം, എന്നതിന്റെ എനിക്ക് എന്തൊക്കെയോ ശ്രദ്ധ കുറയുന്നതായിട്ട് തോന്നുന്നു. അതിലൊരു അഡ്വക്കേറ്റ് കോടതി ചില സമയത്തും ഇതേ ടെൻഷൻ ഉണ്ടാവും. അദ്ദേഹം എൻറോൾ ചെയ്തു, കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അയാൾ സക്സസ് ആവുന്നത് എപ്പോഴാണ്? അയാൾ കോടതിയിൽ ചെല്ലുമ്പോഴാണ്. പക്ഷെ കോടതിയിൽ ആദ്യത്തെ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കോട്ടൊക്കെ വേർത്ത് AC ഹാളിൽ പോലും വേർക്കുന്ന അവസ്ഥയുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുള്ള ട്രെയിനിങ് മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പോസ്റ്റിൽ ഒരു വ്യക്തി എത്തിച്ചേരുന്നു. ഇവിടെ നമുക്ക് ഒപ്പം മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. ട്രെയിനിങ് മാനസികാവസ്ഥ മാത്രമല്ല, ഒപ്പം മറ്റു രണ്ട് കാര്യങ്ങളുടെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയാൽ മാത്രമേ ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ സാധിക്കൂ. അപ്പം ആദ്യം നമ്മളൊരു കളിക്കാരനാവേണ്ടത്. കളിക്കാരൻ മാത്രമേ ലീഡർ ആവുന്നു. നിങ്ങൾ എവിടെയെങ്കിലും എടുത്തു നോക്കൂ, അത് രാഷ്ട്രീയം എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഫുട്ബോൾ എടുത്തു നോക്കൂ, ക്രിക്കറ്റിൽ എന്ത് മേഖല എടുത്താലും, സിനിമ എവിടെ കൊണ്ട് എടുത്തു നോക്കൂ, ഒരു വ്യക്തി നേരെ ലീഡർ ആവാറില്ല. അദ്ദേഹം ആദ്യം ഒരു കളിക്കാരനായിട്ട് കടന്നു വരികയും അവിടുന്ന് കളി പഠിച്ചാണ് ലീഡർ ആവും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് എന്തുമാത്രം ധാരണയാണ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഒരു 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ്, വേണ്ട 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ്. അപ്പൊ ചിലപ്പോ നമ്മളില്ലാത്ത പൈസ ആയിരിക്കും, ചിലപ്പോൾ അത് വായ്പ എടുത്തായിരിക്കും തുറന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പൈസ ആയിരിക്കാം. അപ്പോൾ വലിയ കോടികളോ ലക്ഷങ്ങളോ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ വീട്ടിൽ അതിനെക്കുറിച്ച് അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും വ്യക്തമായ ധാരണയുണ്ട് അത് എന്ത് ബിസിനസ് ആയിരിക്കും. ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ ഇതുവരെ കണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കുന്നു, നമ്മുടെ വീട്ടിലുള്ളവർ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു. പേഴ്സണലായിട്ട് നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അച്ഛനോടോ അമ്മയോടോ മകനോടോ മകളോടോ ഒക്കെ ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. ഇതുവഴി ഒരു നിസ്സാര സമയം കൊണ്ട് 13,000 കോടിയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഈ മേഖലയുണ്ടെന്നും, അല്ലെങ്കിൽ നേടിയെടുത്ത ആളുകൾ ഈ മേഖലയുണ്ടെന്നും ഇവർക്കറിയില്ല. ഇതുവഴി ഫ്ലൈറ്റ് അച്ചീവ് ചെയ്ത ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് അവർക്കറിയില്ല. 2 തലമുറയും 3 തലമുറയും ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് അവർക്കറിയില്ല. അവരുടെ നോട്ടത്തിൽ ഒരു ഉൽപ്പന്നമായിട്ടോ ഒരു ഉൽപ്പന്നം വിൽക്കുന്ന പരിപാടിയായിട്ടോ
മനസ്സിലായി എന്ന് വെച്ചാൽ ഒരു 95% കുട്ടികളോ അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ പറയും അതിങ്ങനെ വെസ്റ്റേജ് കമ്പനിയുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ അതിൽ ആളുകളെ ചേർക്കുന്ന ഒരു പരിപാടി, താഴെ ആളുകൾ ചേർത്താൻ, അങ്ങനെ കുറച്ച് അറിവുകൾ മാത്രമേ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വീട്ടിനെ കുറിച്ച് അവർക്ക്, അല്ലെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അതിനെ കുറിച്ച് എന്തുമാത്രം ധാരണയുണ്ടോ അതിനേക്കാളും കൂടുതൽ ധാരണ ഈ ഒരു മേഖലയെ കുറിച്ച് ഉണ്ടാവും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ചില കാര്യങ്ങൾക്ക് ആദ്യം കടന്നു വരാൻ പറ്റൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒരു നമ്പർ 1 നേർച്ച കോഴിയായി മാറും. എന്താണ് നേർച്ച കോഴി? പണ്ടൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഒരു പള്ളി കൊടുക്കാനുള്ള കോഴിയാന്ന് പറഞ്ഞൊക്കെ നമ്മള് കാരണവന്മാര് പറയാം, ഈ കോഴിയെ കല്ലെറിയരുത്, അത് ഇന്ന മുത്തപ്പനുള്ളതാണ്, എന്നിട്ട് പള്ളിയിലെ ചില ഫംഗ്ഷൻ വരും അത് പള്ളിയിൽ കൊണ്ടുപോകും. ഈ നേർച്ചക്കോഴിയായി മാറാൻ തയ്യാറാവുക. നേർച്ചക്കോഴി ആയിട്ടുള്ളവർ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിൽ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആരുടെ മുഴുവൻ ചരിത്രം. അപ്പൊ അത് വെസ്റ്റേജ് ബിസിനസ്സിൽ മാത്രമല്ല, MLM ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു നേർച്ചക്കോഴിയുടെ ലോകത്തിട്ട് വരണം. അങ്ങനെ വരുന്നവർ മാത്രമേ ഇവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ. നമുക്കെല്ലാവർക്കും വളരെയധികം കഴിവുകളുണ്ട്. ഈ കഴിവുകൾ മുഴുവൻ നമ്മൾ പുറത്തെടുക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ MLM ബിസിനസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് എന്ത് ചെയ്താലും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഒരു പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെ എല്ലാ ദിവസങ്ങളിലും ചില ടീമിലൊക്കെ റെഗുലറായിട്ട് മീറ്റിംഗ് നടക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതല്ലേ, അതിന് മുമ്പത്തെ ദിവസം കേട്ടതല്ലേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടതല്ലേ എന്നോർത്ത് മിക്കവാറും നമ്മൾ കയറാണ്ടി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ കേരളത്തിലെ മെയിൻ ലീഡേഴ്സായ ഭരത് സാറും അതൊക്കെ ജ്യോതിഷ് സാറൊക്കെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അവർ വന്നിരിക്കും. എന്തിനാണ് അവർ വന്നിരിക്കുന്നത്? ഇവിടെ ഓരോ മീറ്റിംഗിലും നമ്മുടെ മീറ്റിംഗിൽ സംസാരിക്കുന്ന ഇരുന്നാൽ പോലും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. കാരണം ആ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടെ പറയുന്ന ഒരു പോയിന്റ് അടുത്തൊരു വലിയ മീറ്റിംഗിൽ അവർക്ക് ഒരു വലിയൊരു കാമ്പ് കിട്ടും. അവര് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും അന്ന് അവിടെ പ്രസന്റ് ചെയ്യുന്ന വ്യക്തിയുടെ വായിന്ന് വരുന്ന ഒരു സാധനം ചിലപ്പോൾ അയാളൊരു കടുകുമണി പോലെ ആയിരിക്കും അവിടെ സംസാരിക്കുന്നത്. പക്ഷെ അത് ഒരു വലിയൊരു പോയിന്റ് ആക്കി സംസാരിക്കാൻ ലീഡേഴ്സിന് സാധിക്കും. അപ്പൊ ഓരോ ചെറിയ മീറ്റിങ്ങുകൾ പോലും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ പല ചിന്തിക്കുന്നത് കഴിഞ്ഞ ഞാൻ കേട്ടതല്ലേ, കഴിഞ്ഞ ദിവസം പ്രോഡക്റ്റ് കേട്ടതല്ലേ, അങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവും. അതൊരിക്കലും പാടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു 10, 20, 100 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂ. അതിനുശേഷം നിങ്ങളോട് പറയുവാണ് ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കും എന്ന് പറഞ്ഞാൽ എത്ര പേര് സംസാരിക്കും? എന്തിനും ബാക്കിയാണ് സൂം മീറ്റിംഗിൽ നിന്ന് ഞാൻ പറയുന്നത് കേൾക്കാമോ, മനസ്സിലായോ, ഒരു ലൈക്ക് അടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പോലും ആളുകൾ മിണ്ടാണ്ടിരിക്കും. അപ്പൊ ഞാൻ കയറി ആദ്യം പറഞ്ഞാൽ എന്താവും, ഞാനിങ്ങനെ പറഞ്ഞാൽ എന്താവും, ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പൊ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് പ്രോഗ്രാമുകൾ ഉണ്ടാവണം. ഈ പ്രോഗ്രാമുകളാണ് നമ്മളെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില ദിവസം ചിലപ്പോൾ 3, 4, 5, 6 മീറ്റിംഗിന് ശേഷമായിരിക്കും നമ്മുടെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരും. ഒരു കൃത്യമായിട്ട് പ്രോപ്പർ ചാനലിൽ ഒരു വ്യക്തിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പഠിച്ചാൽ പോലും ഈ ബിസിനസ്സിൽ 75% നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. 75% വിജയിച്ചു കഴിഞ്ഞു. എന്ന് പറയുന്നത് പ്രതിമാസം 1 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്ന വ്യക്തി പോലും പ്രോപ്പർ ചാനലിൽ ഈ ബിസിനസ്സിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ അയാൾ സക്സസ് അല്ല. ഇപ്പൊ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ വരുമാനം മേടിക്കുന്ന അനേക ലീഡേഴ്സ് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിൽ, അനേകം വ്യക്തികൾ നമുക്ക് കേരളത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇവർ പ്രോപ്പറായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ ബിസിനസ് സക്സസ് അല്ല. അത് താഴെ വർക്ക് ചെയ്യുന്ന ആരുടെയൊക്കെ എന്തൊക്കെയോ കാരണം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പല വ്യക്തികളും കൃത്യമായി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഞാൻ വീണ്ടും പറയുന്നു, സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വലിയ ഫുട്ബോൾ ഇതിഹാസം, അദ്ദേഹത്തിന്റെ കോച്ച് പണ്ട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത് പല ദിവസങ്ങളിലും പ്രാക്ടീസിന് ശേഷം ഈ റൊണാൾഡോയെ കാണാറില്ല. അപ്പൊ ഒരു ദിവസം നോക്കിയപ്പോ അവിടെ ഒരു ഈ ഗ്രൗണ്ടിന് പുറത്തൊരു ചെറിയ കാട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഒരു മരം ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നു. മരം തന്നെ കിടന്ന് കുലുങ്ങുന്നു. ഒരാള് ചോട്ടിൽ പിടിച്ച വലിയ മരമല്ല, ഒരു ചെറിയ മരം, അത് കിടന്ന് കുലുങ്ങുന്ന കണ്ടപ്പോ വല്ലോ മൃഗങ്ങളോ എന്തെങ്കിലും ആയിരിക്കുന്ന അദ്ദേഹം ആദ്യം വിചാരിച്ചു. അത് വീണ്ടും വീണ്ടും കുലുങ്ങുന്ന കണ്ടപ്പം അദ്ദേഹം എന്താന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച, ഈ മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്ത റൊണാൾഡോ വീണ്ടും ആ കുറ്റിക്കാട്ടിൽ പോയി ഈ മരത്തിനോട്ട് പന്തടിക്കുക. അപ്പൊ അവിടെയുള്ള ഗുണം വെച്ചാൽ പന്ത് പുറത്തേക്ക് പോകില്ല, ഒരു കുറ്റിക്കാടാണ്. അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ കാലിലേക്ക് പന്ത് വരും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് അദ്ദേഹത്തിന് മതിയാവുന്നില്ല. നമ്മളിവര് ഗ്രൗണ്ടിൽ കാണുന്ന 1 മണിക്കൂറായിരിക്കും, പക്ഷെ ഒരു 1000കണക്കിന് 10,000കണക്കിന് മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഈ മഴവില്ല് പോലെയുള്ള ഗോളുകളൊക്കെ സൃഷ്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് ലീഡർഷിപ്പിലോട്ട് വരണമെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിന് ട്രെയിനിങ്ങുകളും മീറ്റിംഗ്
മീറ്റിങ്ങുകളും ഫീൽഡ് പ്രോഗ്രാമുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു ലീഡർ ആവില്ല. ഒരിക്കലും ലീഡർ പൊട്ടിമുളയ്ക്കുന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ വിജയിക്കുന്നതല്ല. നിങ്ങൾക്കത് പല മേഖല നോക്കിയാൽ കാണാൻ പറ്റും. ചില വ്യക്തികൾ വളരെ ലീഡർഷിപ്പ് ഉള്ളവർ, അവരുടെ മക്കള് ആ മേഖല വന്നിട്ട് ചിലപ്പോ ചിലവർ ഷൈൻ ചെയ്യും, ചിലർ ഷൈൻ ചെയ്യില്ല. ഈ ഷൈൻ ചെയ്യുന്നവര് മുഴുവനും അവരവിടെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ വിജയിക്കില്ല. അതുപോലെ ഈ ബിസിനസ്സിലൂടെ വരുമ്പോൾ പല വ്യക്തികളും ചെറിയ നടന്ന് ബിസിനസ് ചെയ്യും. അതും ഇതിനകത്ത് വളരെ അതിലേക്ക് ഓടി നടന്നതൊക്കെ ചെയ്യും. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലീഡർഷിപ്പിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10/10/10/10/70 എന്നുവെച്ചാൽ 10/10/10/10/70 ഈ ഒരു രീതിയിൽ പോയാൽ കുറച്ചുകൂടി നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഇതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 4 പേരെ ബിസിനസ്സായിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. മീൻസ് നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്ന ആൾക്കാരല്ല ഉദ്ദേശിച്ചത്, ബിസിനസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ മിക്കവാറും ഈ 4 പേരുടെ കൂടെ നമ്മൾ ഓടി നടക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 4 പേരുടെ കൂടെ ഓടി നടക്കുന്നതായിട്ട് അവർക്ക് തോന്നുമ്പോഴും ആദ്യത്തെ 3 പേരുടെ അടുത്ത് അല്ലെങ്കിൽ അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് 70% നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവും. ബാക്കിയുള്ള 3 പേരുടെ അടുത്ത് 10% ഫോക്കസേ ആദ്യം പാടുള്ളൂ. പക്ഷെ ഇവർക്ക് 2 കൂട്ടർക്ക് മനസ്സിലാവാൻ പാടില്ല. ഞാൻ ഇവിടെയാണ് കൂടുതൽ സമയം നിൽക്കുന്നത്, ഞാൻ അവിടെയാണ് കൂടുതൽ തോന്നാൻ പാടില്ല. അതിന് ഫോണും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും. കുറച്ച് നാളത്തേക്ക് അയാളൊരു ലീഡർ ആവുന്ന വരുന്ന, അയാളൊരു കളിക്കാരൻ നിന്ന് ലീഡർഷിപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നോണം വരെ നമ്മൾ ഈ ഓടി നടക്കുമ്പോൾ എന്താ സംബന്ധിച്ച ഒരു സ്ഥലത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ കണ്ടെത്താൻ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ സാധിക്കും. അപ്പൊ അവിടെ അദ്ദേഹം 4 പേര് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 4 പേരിൽ എവിടെയാണോ ആ നല്ല ടീമുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ സമയവും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കില്ലും 70% ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 3 സ്ഥലങ്ങളിൽ, ഞാനിപ്പോ 4 പേരെ കണക്ക് പറഞ്ഞ് 6 പേരെ 10 പേരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു തുടക്കക്കാരാണെങ്കിൽ ആദ്യം ഒരു 4 പേരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും 6 പേരിലും 8 പേരിലൊന്നും പോകരുത്. ഈ ബിസിനസ് പ്ലാൻ പഠിക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാകാൻ 4ലേക്ക് വളർത്തിയെടുത്താൽ മാത്രം സാധിക്കും. പിന്നെ തുറന്നു പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പിൽ എത്തില്ല. അതുകൊണ്ട് സ്ഥലം തന്നെ കാര്യമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു മേഖല തന്നെ നിങ്ങൾ വിട്ടുകളയും. ചില ആളുകൾ വലിയ ചില മേഖലയിൽ എടുത്താൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊരിക്കലും ലീഡറോ ക്യാപ്റ്റനോ ഒന്നും ആക്കാറ്. അപ്പൊ അതുകൊണ്ട് ക്യാപ്റ്റൻ അല്ലെ ലീഡർ എന്നുള്ള മോഹം നിങ്ങൾ മാറ്റിവെക്കുക. ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾ സ്ഥലം കാര്യമാക്കും. ഇനി എങ്ങനെയുള്ളതാണ് ലീഡർ ആവുന്നത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്പർ 1 1000 മണിക്കൂർ, നമ്പർ 2 5000 മണിക്കൂർ, നമ്പർ 3 10,000 മണിക്കൂർ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ശിവകുമാർ സാറൊക്കെ മീറ്റിംഗിൽ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ എന്തിനാണ് മീറ്റിംഗിൽ വന്നിരിക്കുന്നത്, ഇപ്പൊ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിരുന്ന് ഫോൺ ചെയ്യുക. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 1000 മണിക്കൂർ, 5000 മണിക്കൂർ, 10,000 മണിക്കൂർ, ഇതില് എങ്ങനെയുള്ള ആളുകളാണ് ലീഡറായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 1000 മണിക്കൂർ എടുക്കുമ്പോൾ അതില് ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഏകദേശം 166 ദിവസം വരും. ഈ 166 ദിവസം തുടർച്ചയായിട്ട് ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്താൽ ഒരു സംശയവും വേണ്ട, അവിടെ നിങ്ങൾ ഡെവലപ്പായി വരുന്നുള്ള ഗ്യാരണ്ടിയാണ്. തുടർച്ചയായിട്ട് നിങ്ങളുടെ ഏത് മേഖലയാണെങ്കിലും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ലീഡർ ആവുന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കാനും എടുക്കാനും പറയാനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് PV ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ തുടർച്ചയായിട്ട് 6 മണിക്കൂർ നിങ്ങൾ ഏത് മേഖലയിൽ ഫോക്കസ് ചെയ്യും, ഒരു 166 ദിവസം. എന്നാൽ 5000 എന്ന് പറയുന്നത് 833 ദിവസം വരും. ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് ചെയ്താൽ നിങ്ങൾ സമയം കൂട്ടിക്കഴിഞ്ഞാൽ അത്, പക്ഷെ അതല്ല രീതി. മിനിമം 6 മണിക്കൂർ വെച്ച് 833 ദിവസം വരും. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു സംശയം വേണ്ട, അങ്ങനെയുള്ള വ്യക്തി ലീഡറായി മാറും. പക്ഷേ 10,000 മണിക്കൂർ എന്ന് പറയുന്ന 1667 ദിവസം അവിടെ ഫോക്കസ് ചെയ്യുന്ന